കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ ആർത്തുലസിക്കാൻ ആനമല ഹോം സ്റ്റേ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആനമല ഹോം സ്റ്റേ, തിരുവല്ലോമല. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതി കേസിൽ CBI കോടതിയിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചു. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയിലാണ് 6 പ്രതികൾക്കെതിരെയുള്ള കുറ്റപത്രം നൽകിയത്. പ്രളയബാധിതരുടെ പുനരധിവാസത്തിനായി വിദേശ ഏജൻസി നൽകിയ തുകയിൽ നിന്ന് 11 കോടിയോളം രൂപ പ്രതികൾ തിരിമറി നടത്തിയും കമ്മീഷനായും തട്ടിയെടുത്തെന്നാണ് CBI കണ്ടെത്തൽ. എന്നാൽ കേസിന്റെ ആദ്യഘട്ട കുറ്റപത്രത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M. ശിവശങ്കർ, ലൈഫ് മിഷൻ മുൻ CEO UV ജോസ് എന്നിവർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വരും ഘട്ടങ്ങളിൽ കൂടുതൽ പേർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് അന്വേഷണ ഏജൻസി നൽകുന്ന സൂചന. യൂണിടാക്സ് ബിൽഡേഴ്സ് MD സന്തോഷ് ഈപ്പന്റെ കമ്പനിയായ സെയിൻ വെഞ്ചേഴ്സ്, ലൈഫ് മിഷൻ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായ സന്ദീപ് നായർ, സ്വപ്ന സുരേഷ്, മുൻ UAE കോൺസുലേറ്റ് PRO PS സരിത്ത് എന്നിവരാണ് കുറ്റപത്രത്തിലുള്ളത്. വിദേശ സഹായ നിയന്ത്രണ നിയമം ലംഘിച്ചും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുമാണ് വൻതുകയുടെ അഴിമതി നടത്തിയതെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. കേസിൽ CBIയുടെ തുടർ അന്വേഷണം പുരോഗമിക്കുകയാണ്. 2018 മഹാപ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഫ്ളാറ്റുകളും ആശുപത്രി സമുച്ചയവും നിർമ്മിക്കുന്നതിനായി UAEയിലെ പ്രമുഖ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റ് 21 കോടി രൂപയാണ് നൽകിയത്. ലൈഫ് മിഷനും റെഡ് ക്രസന്റും ഒപ്പുവെച്ച ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പണം അനുവദിച്ചത്. എന്നാൽ ആശുപത്രി നിർമ്മാണത്തിനായി മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന നടപടിക്രമങ്ങളോ ടെൻഡറോ വിളിക്കാതെയാണ് കൊച്ചി സ്വദേശിയായ സന്തോഷ് ഈപ്പന്റെ നിർമ്മാണ കമ്പനിക്ക് കരാർ കൈമാറിയതെന്ന് CBI ചൂണ്ടിക്കാട്ടുന്നു. സർക്കാരിന് കീഴിലുള്ള ഹാബിറ്റാറ്റ് എന്ന സ്ഥാപനത്തിനായിരുന്നു യഥാർത്ഥത്തിൽ നിർമ്മാണ കരാർ ലഭിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇതിൽ വൻ തിരിമറി നടത്തി ഹാബിറ്റാറ്റിനെ ഒഴിവാക്കി സന്തോഷ് ഈപ്പന്റെ യൂണിടാക്, സെയിൻ വെഞ്ചേഴ്സ് കമ്പനികൾക്ക് കരാർ നൽകുകയായിരുന്നു. റെഡ് ക്രസന്റ് നൽകിയ 21 കോടി രൂപയിൽ വലിയൊരു തുക വകമാറ്റിയെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തുന്നത്. പദ്ധതി നടപ്പിലാക്കാൻ ലൈഫ് മിഷൻ വഴി സൗകര്യമൊരുക്കി നൽകിയതിന് സന്തോഷ് ഈപ്പൻ, സന്ദീപ്, സരിത്ത്, സ്വപ്ന എന്നിവരടങ്ങുന്ന സംഘം 4.5 കോടി രൂപ കമ്മീഷനായി തട്ടിയെടുത്തു. ഇതിനു പുറമെ നിർമ്മാണത്തിൽ ലാഭമെന്ന നിലയിൽ സന്തോഷ് ഈപ്പൻ വീണ്ടും 5 കോടി രൂപയോളം വകമാറ്റി ഉപയോഗിച്ചതായും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ലൈഫ് മിഷനിൽ നടന്ന ഈ അഴിമതി വരും ദിവസങ്ങളിലും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കും. പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവല്ലോമലയിലെ ആനമല ഹോം സ്റ്റേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽക്കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാന്തരം പാർക്കും നൂതന ഗെയിമുകളും. പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ, കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും, വിവാഹം, മറ്റാഘോഷങ്ങൾ, ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി AC, non-AC ഹെറിറ്റേജ് ഹാളുകൾ. വ്യത്യസ്ത രുചിലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവല്ലോമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ആനമല ഹോം സ്റ്റേ, കാട്ടുകുളം, തിരുവല്ലോമല. ഫോൺ 9845128760.